ചേർത്തലയിലെ പ്രസംഗത്തിന് സാർ പോവോ? പോകണമെന്ന് ഞാൻ പറഞ്ഞു. കാരണം അനാവശ്യമായിട്ട് അത് സ്റ്റേറ്റ്മെന്റ് സി പി ഐയിൽ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. ബിനോയ് വിശ്വത്തിന് ഇല്ലാത്ത സൂക്കേട് അയക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. 6000 വോട്ട് കഷ്ടിച്ചാണ് അയാൾ ജയിച്ചത്. 11,000 വോട്ടിന് ആ നല്ലവനായ നമ്മുടെ അദ്ദേഹത്തിൻ്റെ പേര് സൂര്യ കിടക്കുന്നത് എലോത്തവൻ ജയിച്ചെടുത്ത് മൂന്നാട്ടുകാരനായ പ്രസാദ് ഇവിടെ വന്ന് വെറും 6000 വോട്ടിനാണ് ജയിച്ചത്. അതൊരു കൊച്ചു പയ്യനോട്. അതുപോലും അയാൾ ഓർത്തില്ല. അയാളുടെ വിജയം തുലാസിലാണ്. ഞാൻ അയാൾക്കെതിരെ ഒന്നും പറയാൻ ഉദ്ദേശിച്ചല്ല. ഞാൻ ഒരു സ്ഥലത്തും പ്രസംഗിക്കാൻ പോകുന്നില്ല. വേറെ ഞാൻ അങ്ങനെ ഒന്നും തീരുമാനിച്ചിട്ടേ ഇല്ല. മനസ്സിലായോ? എനിക്ക് വേണേൽ ജില്ല കൂടുതൽ പ്രസംഗിക്കാം, കുറേ സീറ്റൊക്കെ തോക്കാം. ഒന്നും ഞാൻ ചെയ്യുന്നില്ല. പറയാനുള്ളത് പറഞ്ഞു. ഇതെല്ലാം അവർ സ്വയം ക്ഷണിച്ചു വരുത്തുകയാണ്. അതുകൊണ്ട് പ്രസാദിന് ഗുരുത്വമില്ല. അല്ല പിന്നെ എനിക്കെതിരെ പറയേണ്ട കാര്യം എന്താണ്? പറ. എന്നെ കമ്മ്യൂണിസം പഠിപ്പിക്കുക പുള്ളി. എനിക്ക് പാർലമെൻറ്റ് വ്യാമോഹമാണ്. പുള്ളിക്കെന്തുവാ പിന്നെ എന്തിൻ്റെ വ്യാമോഹം തന്നെയാണ് മത്സരിക്കുന്നത് രണ്ടാമത് ഇവിടെ വന്നിട്ട്? അതായത് നാട് പോലും അവിടെ ഹരിപ്പാട് മുമ്പ് ചെന്നിത്തലയോട് 2 തവണ തോറ്റതല്ലേ? അല്ലേ? നാട് മുഴുവൻ ഓടി നടന്ന് മത്സരിച്ചിട്ട് അവസാനം ചേർത്തല വന്നാൽ രക്ഷപ്പെട്ടു. അത് 11,000 6,000 അല്ലെ 7,000. അത് ചെവിക്ക് നുള്ളിക്കോട്ടെ. ഇവരൊക്കെ തിരിച്ചടി കൊടുക്കും ജനങ്ങൾ. ഞങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന ജനങ്ങളല്ലേ ഇവിടെ ഉള്ളത്? അല്ല പ്രസാദം ഇലക്ഷൻ മത്സരിക്കാൻ വേണ്ടി വന്നോളല്ലേ? ഇവിടുത്തെ കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളുടെ കൂടെ നിന്ന് തങ്കപ്പൻ്റെ തലവെട്ടി എടുത്തപ്പോഴേ ഞാനവിടെ താലൂക്ക് സെക്രട്ടറിയാണ്. പ്രസാദിന് അറിയാം. പ്രസാദം തുണിയില്ലാതെ ഓടും. ആ സമയത്ത് പ്രസാദായിരുന്നു മുണ്ടുരിഞ്ഞ് കളഞ്ഞിട്ട് ഓടും. അവിടെ ജി സുധാകരനെ കമ്മ്യൂണിസം പഠിപ്പിക്കാനൊന്നും വരണ്ട. സ്വയം അവിടെ ജയിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഒരു ശത്രുവല്ലാത്ത എന്നെ ഇപ്പോഴും ശത്രുവൊന്നും അല്ലെങ്കിലും അയാൾ അന്യായം പറഞ്ഞു. അന്യായത്തിനോട് പ്രതികരണമാണ് നടത്തിയത്. അവിടെ പോയി 2 മീറ്റിംഗ് പ്രസംഗിക്കണമെന്നുണ്ട്. ഞാൻ തീരുമാനം എടുത്തിട്ടില്ല. അത് പറയാം.